കാടിറങ്ങി വരുന്ന വന്യതയെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിൽ കോഴിക്കോട് ഒരു നാടിൻ്റെ ആകെ ഉറക്കം കളയുന്ന കാട്ടാനശല്യത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കോഴിക്കോട് വിലങ്ങാടാണ് കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുന്നത്. വ്യാപകമായി ദിനംപ്രതി കൃഷി നശിപ്പിക്കുകയാണ് കാട്ടാനകൾ. കണ്ണൂർ കോഴിക്കോട് ജില്ലാ അതിർത്തി കണ്ണവം വനത്തോട് ചേർന്നാണ് പറക്കാട് ആദിവാസി ഊര്. ഇവിടെ 30 കുടുംബങ്ങളുണ്ട്. ഇവരുടെ ഉറക്കം കെടുത്തുന്നത് ഇപ്പോൾ കാട്ടാനക്കൂട്ടങ്ങളാണ്. കൃഷി മാത്രം ആശ്രയിച്ചു കഴിയുന്നവരാണ് ഈ 30 കുടുംബങ്ങൾ. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇവരുടെ കൃഷിയെല്ലാം കാട്ടാനകൾ ചവിട്ടി നശിപ്പിക്കുന്നു. രാവിലെ കൃഷിയിടത്തിലെത്തിയാൽ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളാണ്. അധ്വാനം മുഴുവൻ കാട്ടാനകൾ നശിപ്പിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മളെ കൃഷികൾ നിത്യേന വന്നിങ്ങനെ നശിപ്പിക്കുക നമുക്ക് സങ്കടമാണ്. രാവിലെ തന്നെ പറമ്പത്ത് പണിക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ തേങ്ങ പറിക്കുന്ന തെങ്ങ് കവുങ്ങ് എല്ലാം ഇത് കുത്തിമറിച്ച് കിടന്നാണ്. 10-200 വാഴ ഇന്നലെ രാവിലെ ഈ പറമ്പത്ത് നിന്ന് ആന നശിപ്പിച്ചു. വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചാൽ അവർ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഈ ഫോറസ്റ്റുകാരോട് വിവരം പറഞ്ഞിട്ടും വിളിച്ചു പറഞ്ഞാൽ ഈ പാൻ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണുള്ളത്. പിന്നെ മാസങ്ങളായി ആനകൾ ഇവര് ഓടിക്കാൻ ആരും വരത്തില്ല ഇങ്ങോട്ട്. കൃഷി നശിപ്പിച്ചിട്ടില്ല. പറമ്പത്ത് അറിഞ്ഞാൽ ഈ പാൻ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ സ്ഥലം ഇവിടെ ഇത് ആനശല്യം കൊണ്ട് ഡിയോപ്പിനെ വിളിച്ചു കഴിഞ്ഞ് ഡിയോപ്പൊന്ന് ആ പാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നഷ്ടപരിഹാരവും ലഭിക്കാറില്ല. വീടിന് സമീപത്ത് പോലും കാട്ടാനകൾ എത്തുന്നു. പലപ്പോഴും ഈ കുടുംബങ്ങൾ തന്നെയാണ് കാട്ടാനകളെ തുരത്താൻ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജീവൻ പോലും നോക്കാതെ രംഗത്തിറങ്ങുന്നത്. ജീവനും കൃഷിക്കും സംരക്ഷണം നൽകി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വീടുകൾക്ക് സമീപം നിരന്തരം കാട്ടാനകൾ എത്തുന്നതിനാൽ പേടിച്ചാണ് ഇവിടുത്തെ കുടുംബങ്ങൾ താമസിക്കുന്നത്. കൃഷി നശിപ്പിക്കുന്നത് വേറെയും, ധൈര്യത്തോടുകൂടി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അത് വേറെയുമുണ്ട്. അടിയന്തര ഇടപെടൽ വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചില പ്രതികരണങ്ങളിലേക്ക്. ഈ കോളനി എല്ലാവരും ഈ പറമ്പിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മിക്കവാറും പേരും രാവിലെ പറമ്പിൽ വരും, വൈകുന്നേരം വീട്ടിലോട്ട് പോകും. പിറ്റേ ദിവസം രാവിലെ വരുമ്പം ആന വന്നിട്ട് കൃഷിയെല്ലാം നശിപ്പിക്കുന്ന ഇതാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആന ഇറങ്ങുന്ന വഴിക്ക് ഫെൻസിങ് ഇല്ല. ആന ഇവിടുന്ന് പോയിട്ട് കോഴിക്കോട് ജില്ല മലയങ്ങാട് ആ ഭാഗത്ത് അവിടെ ഫെൻസിങ് ഉണ്ട്. അത് ഇവിടെയാണെങ്കിൽ ചിലപ്പം ആന അങ്ങോട്ട് പോകാണ്ട് കുറേ പേർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് കിട്ടുമായിരുന്നു. പ്രാവശ്യം വന്നിട്ട് കുറേ തെങ്ങ് റബ്ബർ ഇതെല്ലാം പൊട്ടിച്ച് കവുങ്ങ് എല്ലാം പൊടിച്ചിട്ടൊക്കെ പോയത്. ഇപ്രാവശ്യം അതിലും കൂടുതൽ പൊടിച്ചു. രാവിലെ വന്ന് നോക്കുമ്പോൾ എല്ലാം നശിച്ചു പറഞ്ഞായി. തെങ്ങ് കവുങ്ങ് വാഴ കൊടി ഇതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു. കണ്ണാൻ പോർഷൻ നിന്നാണ് ആന ഇറങ്ങിയിട്ട് നമ്മളെ കൃഷികളെല്ലാം നശിപ്പിക്കുന്നത്. അപേക്ഷ കൊടുത്തിട്ട് ഒരു പൈസ പോലും നമുക്ക് കിട്ടിയിട്ടില്ല സാർ. പിന്നെ വേലിയും ഇല്ല. വേലി കെട്ടാൻ കഴിഞ്ഞിട്ട് ഇതുവരെ വേലിയൊന്നും കിട്ടിയിട്ടില്ല.